അമേരിക്കയിലെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ICE തടങ്കൽ കേന്ദ്രങ്ങളിൽ കഴിയുന്ന കുടിയേറ്റക്കാരുടെ മരണസംഖ്യ ഈ സാമ്പത്തിക വർഷം റെക്കോർഡ് നിലയിൽ വർദ്ധിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച ഫെഡറൽ സാമ്പത്തിക വർഷം മുതൽ ഇതുവരെ 29 പേരാണ് ICE കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെട്ടത്. ഇത് 2004-ലെ 28 മരണങ്ങൾ എന്ന റെക്കോർഡിനെ മറികടന്നിരിക്കുകയാണ്. 2025 ജനുവരിയിൽ ട്രംപ് ഭരണകൂടം ചുമതലയേറ്റ ശേഷം ഇതുവരെ കുറഞ്ഞത് 48 പേരെങ്കിലും ICE തടങ്കലിൽ മരണപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ICE സ്ഥാപിതമായ 2003 ശേഷമുള്ള ഏറ്റവും ഉയർന്ന മരണനിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട്. ഫ്ലോറിഡയിലെ മിയാമിയിൽ തടങ്കലിൽ കഴിഞ്ഞിരുന്ന 27-കാരനായ ക്യൂബൻ പൗരനാണ് ഏറ്റവും ഒടുവിൽ മരിച്ചത്. ഏപ്രിൽ 12-ന് ജയിലിനുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഇദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ഔദ്യോഗിക അന്വേഷണം പുരോഗമിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് കുടിയേറ്റക്കാർക്കെതിരെയുള്ള കർശന നടപടികൾ ആരംഭിച്ചതോടെ തടങ്കലിൽ കഴിയുന്നവരുടെ എണ്ണം ഏകദേശം 60,000-ആയി ഉയർന്നിട്ടുണ്ട്. ബൈഡൻ ഭരണകൂടത്തിന്റെ ആദ്യ വർഷത്തെ അപേക്ഷിച്ച് തടങ്കലിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ 70% വർധനവാണ് ഉണ്ടായത്. കുറ്റവാളികളായ കുടിയേറ്റക്കാരെ കൂടാതെ യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്തവരെയും താൽക്കാലിക സംരക്ഷണം ലഭിച്ചിരുന്നവരെയും ഭരണകൂടം വ്യാപകമായി തടങ്കലിലാക്കിയിട്ടുണ്ട്. തടങ്കൽ കേന്ദ്രങ്ങളിലെ മരണനിരക്ക് വർദ്ധിച്ചതിനെ കുറിച്ച് ഉയരുന്ന ആരോപണങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി നിഷേധിച്ചിട്ടുണ്ട്. തടങ്കലിൽ കഴിയുന്നവരുടെ ആകെ എണ്ണം വർദ്ധിച്ചതാണ് മരണസംഖ്യ ഉയരാൻ കാരണമെന്നാണ് ഇവരുടെ വാദം. തടങ്കലിലുള്ളവർക്ക് മികച്ച രീതിയിലുള്ള ആരോഗ്യ പരിചരണമാണ് നൽകുന്നതെന്നും പലർക്കും അവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ചികിത്സയാണിതെന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അവകാശപ്പെട്ടു. കൂടാതെ തടങ്കലിൽ കഴിയുന്നത് ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പാണെന്നും താല്പര്യമുള്ളവർക്ക് സ്വന്തം രാജ്യത്തേക്ക് തിരികെ പോകാമെന്നും അധികൃതർ പ്രസ്താവിക്കുന്നു. എന്നാൽ തടങ്കലിലുള്ളവരുടെ എണ്ണം കൂടിയതുകൊണ്ടാണ് മരണങ്ങൾ വർദ്ധിക്കുന്നത് എന്ന വാദത്തെ ഡെമോക്രാറ്റിക് പ്രതിനിധിയായ ലോറൻ അണ്ടർവുഡ് ശക്തമായി എതിർക്കുന്നുണ്ട്. തടങ്കലിലുള്ളവർ കൂടുമ്പോൾ അതിനനുസരിച്ച് ഉദ്യോഗസ്ഥരെയും മറ്റ് സൗകര്യങ്ങളെയും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും മരണനിരക്ക് ഉയരുന്നത് തടയാൻ കൃത്യമായ നയങ്ങളില്ലാത്തത് കുറ്റകരമാണെന്നും അവർ ഹൗസ് ബജറ്റ് ഹിയറിംഗിൽ തുറന്നടിച്ചു. ടെക്സസിലെയും കാലിഫോർണിയയിലെയും തടങ്കൽ കേന്ദ്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാലിഫോർണിയയിലെ അഡിലാൻഡോ പ്രോസസിംഗ് സെന്ററിലും ടെക്സസിലെ ക്യാംബിസ്റ്റ് മൊണ്ടാനയിലും 3 പേർ വീതം മരണപ്പെട്ടു. ആത്മഹത്യ, കരൾ സംബന്ധമായ അസുഖങ്ങൾ, വൃക്കരോഗം എന്നിവയാണ് മരണകാരണങ്ങളായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ക്യാംബിസ്റ്റ് മൊണ്ടാനയിലെ ഒരു മരണം കൊലപാതകമാണെന്ന് മെഡിക്കൽ എക്സാമിനർ കണ്ടെത്തിയത് വലിയ വിവാദമായിരിക്കുകയാണ്. ശ്വാസം മുട്ടിച്ചാണ് മരണകാരണമെന്ന കണ്ടെത്തലിനെ തുടർന്ന് FBI അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അസുഖബാധിതർക്ക് 24 മണിക്കൂറിനുള്ളിൽ വൈദ്യസഹായം നൽകുന്നുണ്ടെന്നും കോടിക്കണക്കിന് ഡോളർ ഇതിനായി ചെലവഴിക്കുന്നുണ്ടെന്നും ICE ആക്ടിംഗ് ഡയറക്ടർ ടോൾ ലിയോൺസ് കോൺഗ്രസിനെ അറിയിച്ചു. എങ്കിലും തടങ്കൽ കേന്ദ്രങ്ങളിലെ സുതാര്യതക്കുറവിനെ കുറിച്ചും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ കാലതാമസത്തെക്കുറിച്ചും സെനറ്റർമാർ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം തടങ്കലിൽ ഒരാൾ മരിച്ചാൽ 2 ദിവസത്തിനുള്ളിൽ വിവരം പൊതുജനങ്ങളെയും കോൺഗ്രസിനെയും അറിയിക്കണമെന്നാണ് ചട്ടമെങ്കിലും കഴിഞ്ഞ ഡിസംബർ മുതൽ ICE ഈ വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ വലിയ കാലതാമസം വരുത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും റിപ്പോർട്ടിംഗ് സംവിധാനങ്ങളെ ബാധിച്ചിട്ടുണ്ട്.